ഹായ്, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിലെ ഒരു ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ ആൻഡ് ബയോളജിയിലെ ഒരു ചാപ്റ്റർ പഠിച്ച് തറവാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ പ്രീവിയസ് ഇയറിൽ ഈ ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെ ചോദിച്ചു നോക്കാം, അതെങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നും നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേഗത്തിലൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: A student measured the diameter of a small steel ball using a screw gauge of least count 0.001 centimeter. The main scale reading is 5 millimeter and 0 of circular scale division coincide with the 25 divisions above the reference level. If screw gauge has a zero error of minus 0.004 centimeter, the correct diameter of the ball is. Screw gauge എല്ലാവരും നമ്മുടെ പ്രാക്ടിക്കലിൽ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ സ്ക്രൂ ഗേജ് ഒരു വലിയ പ്രശ്നമേ അല്ല, കാരണം ചെയ്ത് പഠിച്ചിട്ടുള്ള സാധനമാണ്. എങ്ങനെയാണ് ഇവിടെ അത് വർക്ക്ഔട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 5 millimeter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ മെയിൻ സ്കെയിൽ റീഡിംഗ് ഈസ് 5. സോ 5 പ്ലസ് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹെഡ് സ്കെയിൽ റീഡിംഗ് എടുത്തിട്ട് ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടുത്തെ ഹെഡ് സ്കെയിൽ റീഡിംഗ് 25 millimeters എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 25 into what is the least count, അത് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 0.001 ആണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ 0.001 എന്ന് പറയുന്ന സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഈ 5 എന്ന് പറയുന്ന മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ മില്ലിമീറ്റർ നമ്മൾ എന്താക്കി മാറ്റണം, സെന്റിമീറ്റർ ആക്കി മാറ്റണം. ഈസി അല്ലേ, 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് 0.5 എന്ന് കിട്ടും. Then 25 into 0.001. Then ഇതിൽ നിന്ന് ഏത് കുറയ്ക്കണം, സീറോ കറക്ഷൻ കുറയ്ക്കണം. സോ -0 കറക്ഷൻ. ആൻഡ് സീറോ കറക്ഷൻ എത്രയാ, സീറോ കറക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടുണ്ട് -0.004 ആണ്. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. സോ -0.004. സോ മൈനസും മൈനസും പ്ലസ് ആകും. അപ്പോ റീഡിംഗ് എന്ന് പറയുന്നത് is equal to 0.5 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.025 മൈനസും മൈനസും പ്ലസ് 0.004. ഇനി എല്ലാം കൂടി കൂട്ടിയെടുത്താൽ പോരെ. കൂട്ടിയെടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ 0.529. സോ ദാറ്റ് ഈസ് ദി ആൻസർ, ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദി ഡയമെൻഷൻസ് ഓഫ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് C, G and E by 4 pi epsilon 0 is. C is velocity of light, G is universal constant of gravitation and E is charge. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ലെങ്ത്തിന്റെ അതേ ഡയമെൻഷനിലുള്ള ഒരു ക്വാണ്ടിറ്റി ഈ ഓപ്ഷനിൽ ഏതിലോ ഒന്നിലുണ്ട്. സോ ലെങ്ത്തിന്റെ അതേ ഡയമെൻഷൻ ഫോർമുല വരുന്ന ഒരാളെ നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടെത്തിയെടുക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇത് ഹോമോജനിറ്റി പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അറിയാലോ, രണ്ട് സൈഡും ഒരേ രീതിയിൽ വേണം ഡയമെൻഷൻ ഫോർമുല വരാൻ. അപ്പൊ ഇവിടെ ഒരു സൈഡിൽ ഏത് വരണമെന്ന് അവർ നിർബന്ധം പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനില് ലെങ്ത് തന്നെ വരണം. അപ്പൊ അപ്പുറത്തെ സൈഡിൽ ആരൊക്കെ വരണം, ആ തന്നിരിക്കുന്ന ടേമുകളെല്ലാം തന്നെ വരണം. അപ്പൊ അത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സൈഡിൽ ഏതാ വരുന്നത്, ലെങ്ത് വരും. ലെങ്തിന്റെ ഡയമെൻഷൻ ഫോർമുല എല്ലാവർക്കും അറിയാലോ, M(L)T M0 L⁻⁴ T0. സോ ഇതാണ് ഇവിടുത്തെ ഡയമെൻഷൻ ഫോർമുല. ഈ സൈഡിൽ ആരൊക്കെ വരണം, C വരണം, G വരണം, E² by 4 pi epsilon 0 കൂടി വരണം. ഇതിനെല്ലാം ഒരു പവേഴ്സ് കാണും. എനിക്കത് അറിയില്ല, ഞാൻ X എന്നും Y എന്നും Z എന്നും കൊടുക്കും. എനിക്കറിയില്ല ഏതൊക്കെയാണ് ആ വാല്യൂസ് എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കുക എന്നാണ് എന്റെ ജോലി. സോ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം C എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ലേ, ലൈറ്റിന്റെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എല്ലാവർക്കും അറിയാം, L(T⁻⁻1). അതിന്റെ പവർ എത്രയാ, X ഇൻറ്റു G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോർമുല M⁻⁻1 L³ T⁻². അറിഞ്ഞൂടാത്തവര് F is equal to G M1 M2 by R² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോഴും നിങ്ങൾക്ക് അത് കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്, നിങ്ങൾ അത് ചെയ്തു നോക്കും. സോ M⁻⁻1 L³ T⁻². അതിന്റെ പവർ എത്ര വരണം, Y വരണം. എനിക്ക് അറിയില്ല Y എത്രയാണെന്നുള്ളത്. പിന്നെയുള്ളത് E² by 4 pi epsilon 0 എന്നതാണ്. ഇതില് നോക്കൂ, ഇതെന്ന് പറഞ്ഞാൽ E എന്ന് പറഞ്ഞാൽ ചാർജ് അല്ലേ, അപ്പൊ രണ്ട് ചാർജ് അല്ലേ, Q1 Q2, അതല്ലേ E², E into E E². അപ്പൊ Q1 into Q2 എന്ന രീതിക്കാണ് അത് കിടക്കുന്നത്. ഇത് എവിടെയെങ്കിലും നമ്മളൊരു ഫോർമുല ഇതുപോലെ പഠിച്ചിട്ടുണ്ട് അല്ലെ, കൂളംസ് ലാ. എന്തായിരുന്നു കൂളംസ് ലായുടെ ഇക്വേഷൻ?
1/4 F is equal to 1/4 Q1 Q2 by R square. അതിൽ എല്ലാ ടേംസും ഇവിടെ ഉണ്ട്. ആരില്ല? ആർ സ്ക്വയർ ഇവിടെ താഴെയില്ല. അപ്പൊ ആർ സ്ക്വയർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്നർത്ഥം. അപ്പുറത്ത് ആരുണ്ടായിരുന്നു? ഫോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഫോഴ്സിന്റെ കൂടെ ആർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിന്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടെത്താം. ഞാൻ എളുപ്പ വഴിയാ പറയുന്നത്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല എല്ലാവർക്കും ബൈ ഹാർട്ടഡ് ആണ്. mLT⁻²- ഇൻറ്റു ആർ സ്ക്വയർ. അപ്പൊ എന്തൊരു ഡയമെൻഷൻ ഫോർമുല? mL³ അല്ലെ? അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ. സോ mL³ the whole raised to z. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത പരിപാടി എക്സ് വൈ ഇസഡ് കണ്ടുപിടിക്കാനായിട്ട് അവർ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് L⁻x T⁻−1 into x minus x into m⁻−1 into y m⁻−y L⁻3 into y 3y അടുത്ത T⁻2 into y -2y m⁻z then L⁻3 into z 3z then T⁻2 into z -2z. ഇതിൽ ഒരേപോലത്തെ ടേംസ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ വരും? എല്ലും ദാ ഇവിടെ ഒരു എല്ല് കിടപ്പുണ്ട്, ഇവിടെ വേറൊരു എല്ല് കിടപ്പുണ്ട്. സോ എല്ലിന്റെ പവേഴ്സ് ആയിട്ട് വരുന്നത് L⁻x പ്ലസ് പിന്നെ ഏതാ ടേം 3y പ്ലസ് 3z. ടിയുടെ വാല്യൂസ് ഏതൊക്കെ വരുന്നത്? ടിയുടെ പവർ ആയിട്ട് -x പിന്നെ ടിയുടെ അടുത്ത പവർ -2y പിന്നെ ടിയുടെ അടുത്ത പവർ -2z. ഇനി അടുത്ത ഏതാ ടേം വരിക? എൽ എം. എമ്മിന്റെ പവേഴ്സ് ഏതൊക്കെ വരും? ഇവിടെ -5 പിന്നെ ഏതാ ഉള്ളത്? z പ്ലസ് z. ഓക്കെ, അപ്പോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ എമ്മിന്റെ ഈ പവർ -5 പ്ലസ് z ഏതിന് ഈക്വൽ ആയിരിക്കണം? 0ക്ക് ഈക്വൽ ആയിരിക്കണം. എല്ലിന്റെ ഈ പവേഴ്സ് എല്ലാം ഏതിന് ഈക്വൽ ആയിരിക്കണം? 1ന് ഈക്വൽ ആയിരിക്കണം. ടിയുടെ ഈ പവേഴ്സ് എല്ലാം തന്നെ 0ക്കും ഈക്വൽ ആയിരിക്കണം. സോ നമുക്ക് കണ്ടെത്താനുള്ളത് ആ എക്സ് വൈ ഇസഡ് ടേംസ് ആണ്. സോ ഞാനത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. കാരണം എല്ലാ കീയിലും നിങ്ങൾ നോക്കുമ്പോൾ ഹെൻസ് ദി ആൻസർ അല്ലെങ്കിൽ സോൾവിങ് ദിസ് എന്ന് കിടക്കുന്നത്. എങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞു തരണ്ടേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. സോൾവ് ചെയ്യുന്നത് ഒരല്പം ടൈം എടുക്കും, ബിക്കോസ് പറഞ്ഞു തന്ന് അത് ചെയ്യുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രെയിനിൽ തന്നെ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ബട്ട് ഇവിടെ അത് ചെയ്ത് എഴുതി എടുക്കുന്നതായതുകൊണ്ട് ഒരല്പം ടൈം എടുക്കും. നോക്കിക്കോളൂ, അത്ര സമയം എടുക്കില്ല, വേഗം ഒന്ന് ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്കിവിടെ ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. -5 പ്ലസ് z ഏതിന് ഈക്വൽ ആയിരിക്കണം? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും -y അപ്പുറത്ത് പോയാൽ +y. അപ്പൊ z ഏതിന് ഈക്വൽ ആയി? yക്ക് ഈക്വൽ ആയി. അപ്പൊ ആദ്യത്തെ റിലേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ റിലേഷൻ x പ്ലസ് 3y പ്ലസ് 3z ഇസിക്വൽ ടു എത്ര വരണം? 1 വരണം. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട് y ഏതിന് ഈക്വൽ ആണെന്ന്? z-ന് ഈക്വൽ ആണെന്ന്. അപ്പൊ y കിടക്കുന്ന ഭാഗത്ത് നമുക്ക് എന്തെന്ന് എഴുതാം? z എന്ന് എഴുതി കൂടെ? അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? x പ്ലസ് 3yക്ക് പകരം 3z എന്ന്. അപ്പൊ 3z പ്ലസ് 3z. വാട്ട് ഈസ് 3z പ്ലസ് 3z? 6z. സോ 6z ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. സോ x ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 1 മൈനസ് 6z എന്ന് വരൂലേ? കാരണം ഈ 6z അപ്പുറത്ത് പോകുമ്പോൾ -6z എന്ന് കിട്ടി. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ -x minus 2y minus 2z ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടണം? 0 എന്ന് കിട്ടണം. ഇതിൽ ഓൾറെഡി നമ്മൾ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, വൈക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈക്ക് എക്സിന് പകരം -1 minus 6x 1 minus 6z minus 2 into yക്ക് പകരം 2z minus 2z is equal to 0. മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1 മൈനസ് കൂടി പ്ലസ് 6z മൈനസ് 2z മൈനസ് 2z മൈനസ് 2z കൂടി -4z is equal to എത്ര? 0 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് -1നെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോ 6z minus 4z is equal to -1 അപ്പുറത്ത് വരുമ്പോ +1. 6z ൽ നിന്ന് 4z പോയി കഴിഞ്ഞാൽ 2. So 2z is equal to 1. So what is z? 1/2. That is the answer. So നമുക്ക് എന്ത് കിട്ടി? z ന്റെ വാല്യൂ 1/2 എന്ന് കിട്ടി. z ന്റെ വാല്യൂ പിന്നെ കിട്ടി കഴിഞ്ഞാൽ മാലപ്പടക്കം പോലെ ബാക്കി എല്ലാവരും കിട്ടും. കാരണം z വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ റിലേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
സോ ഇസഡിന്റെ വാല്യൂ ഹാഫ് എന്ന് കിട്ടിയാൽ വൈയുടെ വാല്യൂ ഹാഫ് തന്നെ, കാരണം രണ്ട് ഈക്വൽ ആണ് നമുക്കറിയാം. സോ ഇതും ഹാഫ് വൈയും ഹാഫ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വാല്യൂ. സോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 1 മൈനസ് 6 ഇൻറ്റു ഹാഫ്, ദാറ്റ് ഈസ് ഇവിടെ 2 ഇത് 2 ക്യാൻസൽ ആകും. സോ 1 മൈനസ് 3, ദ ആൻസർ ഈസ് -2. കിട്ടിയില്ലേ? അപ്പൊ എക്സ് കിട്ടി, വൈ കിട്ടി, ഇസഡ് കിട്ടി. ഇനി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇതില് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എത്രയെന്ന് കൊടുക്കണം? -2 എന്ന് കൊടുക്കണം. വൈയുടെ വാല്യൂ എത്രയെന്ന് കൊടുക്കണം? വൈയുടെ വാല്യൂ ഹാഫ് എന്ന് കൊടുക്കണം. ഇതിന്റെ വാല്യൂയോ ഇതും ഹാഫ് എന്ന് തന്നെ നമ്മൾ കൊടുക്കും. ഹാഫ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? റൂട്ട് എന്നല്ലേ? സോ ഇതിന്റെ അർത്ഥം ബൈ 1 എന്നാണ്. സോ 1/c². അപ്പൊ ഇത് മാറി റൂട്ട്, ഇത് മാറി റൂട്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ നോക്കിക്കേ. ഉണ്ട് അല്ലെ? നാലാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷനിൽ കോമൺ ആയിട്ടാണ് റൂട്ട് കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ എഴുതാലോ. സോ ദാറ്റ് ഈസ് ദി ആൻസർ, ഫോർത്ത് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an experiment, the percentage of error occurred in the measurement of physical quantities A, B, C, and D are 1%, 2%, 3%, and 4% respectively. Then, the maximum percentage of error in the measurement of X, where X is equal to A square, B raised to half, by C raised to 1/3, D raised to 3 will be. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. എററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എററൊക്കെ നമ്മൾ പഠിച്ച് തകർത്ത് വെച്ചിരിക്കുകയാണ്. സോ ഇനി അതിനുള്ള ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു പവർ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത് പെർസെന്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് അത് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ശ്രദ്ധിച്ചോളൂ ഇതിൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാമോ? എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി റൈസ് ടു ഹാഫ് ബൈ സി റൈസ് ടു 1/3 ആൻഡ് ഡി റൈസ് ടു 3. എയിലെ എറർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയിലെ എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1%, ബിയിലെ എറർ 2%, സിയിലെ എറർ 3% ആൻഡ് ഡിയിലെ എറർ 4%. ഇനി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നോക്കിക്കോളൂ. എയിലെ എറർ എത്രയാ പെർസെന്റേജ്? 1%. സോ 1 ഇൻറ്റു വാട്ട് ഈസ് ദ പവർ? 2. ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ പ്ലസ് ഇട്ട് അങ്ങ് പോയാൽ മതി. വാട്ട് ഈസ് ബിയിലെ എറർ? ബിയിലെ എറർ 2%. Into what is the power? Half. So 1/2 plus ഇത് 1/3. Sorry, C ലെ error 3. So 3 into power 1/3 plus ഇതിലെ power 3 ആണ്, percentage error 4 ആണ്. So 4 into 3. So what will be the answer? 1 into 2 2 plus 2 cancel 1 plus 3 cancel 1 plus 4 into 3 12. So the answer is 12 plus 13 14 16. So the answer is 16%. Clear ആയില്ലേ? Next question. Planck's constant h, speed of light in vacuum c, and Newton's gravitational constant g are three fundamental constants. Which of the following combination of these has the dimension of length? ഇതുപോലൊരെണ്ണം നമ്മൾ ചെയ്തില്ലേ? എന്നാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ലെങ്തിന്റെ അതേ ഡയമെൻഷൻ ഫോർമുല ഇവിടെ കിട്ടണം എന്നതാണ് പറയുന്നത്. സോ നേരത്തെ ചെയ്ത അതേ രീതിയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. സോ ഇവിടെ 3 ക്വാണ്ടിറ്റീസ് ആണ്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആൻഡ് സി വെലോസിറ്റി ഓഫ് ലൈറ്റ്. സോ 3 ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ അതിനെ നമുക്ക് ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതാം. സോ ലെങ്തിന്റെ അതേ ഡയമെൻഷൻ ഫോർമുല എം റൈസ് ടു 0, എൽ റൈസ് ടു 1, ടി റൈസ് ടു 0. അതിന് പോലെ ആർക്കൊക്കെ വരണമെന്ന എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ അറിഞ്ഞുകൂടാത്തോണ്ട് പവർ കാണുമല്ലോ. സോ റൈസ് ടു എക്സ്, ദെൻ ജി റൈസ് ടു വൈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ആൻഡ് ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടി തന്നിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഇസ് സി റൈസ് ടു ഇസഡ്. കത്തി തുടങ്ങി കാണും. ഇനി എങ്ങനെ ചെയ്യേണ്ടത്? ഇതില് എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ഫോർമുല അറിഞ്ഞുകൂടായെങ്കിൽ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കണ്ടെത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂലോ അല്ലെങ്കിൽ പി നമ്മുടെ ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ ഉപയോഗിച്ചോ ഏതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിന്റെ എച്ചിന്റെ ഡയമെൻഷൻ ഫോർമുല കണ്ടെത്തിയെടുക്കാൻ സാധിക്കും. അതിന്റെ ഡയമെൻഷൻ ഫോർമുല ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ ഇങ്ങനെ വരും: എം എൽ സ്ക്വയർ ടി റൈസ് ടു -1. എം എൽ സ്ക്വയർ ടി റൈസ് ടു -1. റൈസ് ടു പവർ എത്രയെന്ന് കൊടുക്കും? എക്സ് എന്ന് കൊടുക്കും. ജി ഇതിന്റെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ അതിന്റെ കണ്ടതല്ലേ? അപ്പൊ കുറച്ച് കോൺസ്റ്റന്റ്സിന് ഇതുപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും വർക്ക്ഔട്ട് ചെയ്യാൻ. ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. എം റൈസ് ടു -1, എൽ ക്യൂബ് ടി റൈസ് ടു -2. നമുക്കൊന്ന് എഴുതാം. എം റൈസ് ടു -1, എൽ ക്യൂബ് ടി റൈസ് ടു -2. അതിന്റെ പവർ എത്രയെന്ന് വരും? y എന്ന് വരും.
ഇനി ഏതാ ഉള്ളത്? സി. സി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് അല്ലേ? വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല LT റൈസ് ടു -1. സോ LT റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു Z. സോ നമുക്കൊന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m റൈസ് ടു x, L റൈസ് ടു 2x, T റൈസ് ടു -1x, then m റൈസ് ടു -y, L റൈസ് ടു 3y, T റൈസ് ടു -2y, L റൈസ് ടു Z, T റൈസ് ടു -Z. ഇനി ഞാൻ ചെയ്യേണ്ടല്ലോ, ഇനി നിങ്ങൾ എല്ലാ ഒരുപോലെയുള്ള ടേമുകളെ ഒരുപോലെ എടുക്കുക, എന്നിട്ട് ഒരുമിച്ചെടുക്കുക. അതിനുശേഷം എക്സിന്റെ വാല്യൂ, വൈന്റെ വാല്യൂ, ഇസഡിന്റെ വാല്യൂ കണ്ടെത്തുക. ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് ദി തേർഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് √hg ഡിവൈഡ് ബൈ c റൈസ് ടു 3/2. എല്ലാവരും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഇത്രയും പറഞ്ഞില്ലേ, ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ ചെയ്ത അതേ ഫോർമാറ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. യു വിൽ ഗെറ്റ് തേർഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ. ഓക്കെ, എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If force F, velocity V and time t are taken as fundamental units, then the dimension of mass is. അപ്പോ നമ്മളിവിടെ കണ്ടുപിടിക്കാനുള്ളത് മാസിന്റെ ഡയമെൻഷൻ ഫോർമുലയാണ്. പക്ഷെ ഫോഴ്സ്, വെലോസിറ്റി, ടൈം ഇതെല്ലാം വരികയും വേണം. സോ അവരെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ആദ്യം നമുക്കൊരു ഇക്വേഷൻ വേണം. നമുക്ക് അറിയാവുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ഫോഴ്സിന്റെ. F is equal to m a. അത് തന്നെ ഇക്വേഷൻ. സോ അതിലൊന്ന് വെലോസിറ്റിയും ടൈമും കൊണ്ടുവരണം. അത് വലിയ കാര്യമൊന്നുമല്ല. കാര്യം ആക്സലറേഷൻ എന്ന് പറഞ്ഞ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ എന്ന സ്ഥാനത്ത് വെലോസിറ്റി ബൈ ടൈം എന്ന് കൊടുത്താൽ മതി. എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഇപ്പൊ കാണിച്ചു തരാം. സോ നോക്കിക്കോളൂ. F is equal to ma is equal to m into velocity by time, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ t. Then we have to find the dimension formula of m. അപ്പൊ m ന്റെ കണ്ടുപിടിക്കാൻ m നെ ഒറ്റയ്ക്കാക്കുക, ബാക്കിയുള്ളവർ അപ്പുറത്തോട്ട് തട്ടുക. അപ്പൊ ടൈം അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും, v ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. സോ m is equal to f into t by v. ഇതിനൊന്ന് ഡയമെൻഷൻ ഫോർമുല ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നാൽ f into v raised to -1 t. ഇങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഡി. ഓപ്ഷൻ ഡി. D for dog. Okay. Our F v raised to -1 t is the answer. Next question. A physical quantity Q is found to depend on variables x, y, z obeying relation Q is equal to x cube y square by z. The percentage error in the measurements of x, y and z are 1%, 2% and 4% respectively. What is the percentage error in quantity Q? സിമ്പിൾ അല്ലേ? കുറച്ചു നേരത്തെ ഇതേ മോഡൽ ഒരെണ്ണം നമ്മൾ ചെയ്തതല്ലേ ഉള്ളൂ. സോ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് മോഡലുകൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡലുകളുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ പെർസെന്റേജ് എററിലെ ഈ മോഡൽ ചെയ്ത് കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ വേ മാത്രം പറഞ്ഞു തരാം, ബാക്കി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, മിക്കവാറും ചെയ്ത് ഞാൻ ആൻസറിൽ എത്തുമെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? Q is equal to x cube y square by z എന്നാ. സോ എക്സിലെ എറർ എത്രയാ പറഞ്ഞിട്ടുണ്ട്? 1%. സോ 3 into 1%. അപ്പൊ നമുക്ക് ഇനി കാൽക്കുലേഷൻ എഴുതണ്ടല്ലോ, നേരത്തെ എഴുതിക്കൂടെ? 3%. ദെൻ ഇൻറ്റു ആകുമ്പോൾ നമ്മളിവിടെ പ്ലസ് ചെയ്യും. ദെൻ വൈഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് 2%. 2% into 2 ദാറ്റ് ഈസ് 4%. പ്ലസ് ഇസഡിലെ പറഞ്ഞിട്ടുണ്ട്, ഇസഡിൽ എത്രയാ? ഇറ്റ് ഈസ് 4%. അവിടെ പവർ ഒന്നും ഇല്ല. സോ 1, സോ 4%. സോ ടോട്ടൽ എടുക്കുമ്പോൾ 4 plus 4 8 plus 3 that is 11%. So you will get the answer as C, that is 11%. Clear ആയില്ലേ? അതേ മോഡൽ അല്ലേ? അവസാന ആൻസർ വരെ പറഞ്ഞു തന്നില്ലേ? അവ ചെയ്തെടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the absolute errors in two physical quantities A and B are small letter a and small letter b respectively, then the absolute error in the value of A minus B is. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എയും ബിയും, അതിലെ എററുകൾ സ്മോൾ ലെറ്റർ എയും ബിയും. ഞാൻ ആദ്യമേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, രണ്ട് വാല്യൂസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എററുകൾ എപ്പോഴും കൂട്ടാനേ പാടുള്ളൂ. അപ്പോ ഇവിടെ എ മൈനസ് ബി ചെയ്താലും ശരി, എ പ്ലസ് ബി ചെയ്താലും ശരി, എററുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇവിടുത്തെ എററുകൾ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻസർ സ്മോൾ ലെറ്റർ എ പ്ലസ് സ്മോൾ ലെറ്റർ ബി. Here the option is C. Clear അല്ലേ?
സോ ഇത്രയൊക്കെയാണ് ആ ചാപ്റ്ററിലുള്ള ഒരു 5-6 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഒരുവിധം നിങ്ങൾക്ക് അതിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ക്ലിയർ ആയി കാണും. ഇനി ആ ചാപ്റ്റർ ഒന്ന് ഓടിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ക്രാഷ് ക്ലാസ് അല്ല, റെഗുലർ ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യാമായിരുന്നു. 10-20 ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ചെയ്ത് പോകാമായിരുന്നു. യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇവിടെ നിർത്തുകയാണ്. സോ ഇനി നമുക്ക് കെമിസ്ട്രിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ: Suppose the elements X and Y combine to form two compounds XY2 and X3Y2. When 0.1 mole of XY2 weighs 10 gram and 0.05 mole of X3Y2 weighs 9 gram, the atomic weights of X and Y are. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എക്സും വൈ എന്നും പറഞ്ഞിട്ട് 2 എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റുകൾ 2 കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു, ഒന്ന് XY2 ഒന്ന് X3Y2. ഇതിൽ XY2 ഇത് നമ്മൾ 0.1 മോൾ എടുത്തപ്പോൾ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 ഗ്രാം ആയിരുന്നു. 0.1 എടുത്തപ്പോൾ, വെറും 0.1 മോൾ എടുത്തപ്പോൾ വെയിറ്റ് 10 ഗ്രാം ആയിരുന്നു. എങ്കിൽ ഇവിടെ വെച്ച് ചിന്തിച്ചൂടെ, അപ്പൊ അത് 1 മോൾ ആയിരുന്നെങ്കിൽ അത് 100 ഗ്രാം ആയിരിക്കില്ലേ? അതൊരു കോമൺ സെൻസ് അല്ലേ? ഇത് 0.1 മോൾ എടുത്തപ്പോ 10 ഗ്രാം ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് 1 മോൾ വരുമ്പോ 100 ഗ്രാം അവിടെ ഉറപ്പായിട്ടും വരും. അപ്പൊ അത് നമുക്ക് കത്തി. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? X3Y2 ഞാൻ എടുത്തപ്പോൾ X3Y2 എത്ര എടുത്തപ്പോൾ? 0.05 മോൾ എടുത്തപ്പോൾ 0.05 മോൾ എടുത്തപ്പോൾ വെയിറ്റ് 9 ഗ്രാം ആയിരുന്നു. എത്രയായിരുന്നു? 9 ഗ്രാം ആയിരുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇവിടെ ആക്ച്വലി XY2ഉം X3Y2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 2 X കൂടുതൽ എന്നുള്ളതല്ലേ? അപ്പൊ ഇവിടത്തെ ആ വെയിറ്റ് ഡിഫറൻസ് 2 Xന്റെ വെയിറ്റ് അല്ലേ തന്നിരിക്കുന്നത്? അത്രേ ഉള്ളൂ കാര്യം. ഇനി ഒരു കാര്യം കൂടി, ഞാൻ ഇവിടെ കാര്യങ്ങളെ 1 മോളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അപ്പുറത്തും എനിക്കത് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഇരട്ടിക്കാം. 0.05ന്റെ ഇരട്ടിയാണ് 0.1. അപ്പൊ ഇത് 0.1 മോൾ ഉണ്ടായിരുന്നുവെങ്കിൽ 18 ഗ്രാം ആയിട്ട് മാറും. അപ്പൊ ഇത് 0.1 മോളിന്റെ കേസായി പറഞ്ഞത് 0.1 മോൾ. എനിക്ക് 0.1 മോൾ അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് 1 മോളാണ്. അപ്പൊ ഇത് 1 മോൾ ആകുമ്പോൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ 180 ഗ്രാം എന്ന് കിട്ടും. 180 ഗ്രാം എന്ന് കിട്ടി. ഇതില് 100 ഗ്രാം 180 ഗ്രാം ആയത് എങ്ങനെ? ആ 2 X കൂടുതൽ വന്നതല്ലേ? അപ്പോ ഈ വെയിറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 Xന്റെ വെയിറ്റ് അല്ലേ? അപ്പൊ 2Xന്റെ വെയിറ്റ് എത്രയെന്ന് കിട്ടി? 2Xന്റെ വെയിറ്റ് ആണ് 80 എന്ന് പറയുന്നത്. അപ്പൊ X എത്രയാണ്? 80/2. ദ ആൻസർ ഈസ് 40 ഗ്രാം. അപ്പൊ Xന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 40 ഗ്രാം. നമുക്കറിയാം XY2-ല് X 40 ഗ്രാം ആണെങ്കിൽ ബാക്കി 60 ഗ്രാം, കാരണം മൊത്തം 100 ഗ്രാം അല്ലേ? അപ്പൊ ബാക്കി 60 ഗ്രാം 2Y അല്ലേ? അപ്പൊ 2Yയുടെ വെയിറ്റ് 60 ഗ്രാം ആണെങ്കിൽ ചിന്തിക്കൂ, 1Yയുടെ വെയിറ്റ് 30 ഗ്രാം. അപ്പോ Yയുടെ വെയിറ്റ് 30 ഗ്രാം. ഇങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ 40ഉം 30. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയില്ലേ? എ മിക്സ്ചർ ഓഫ് 2.3 gram formic acid and 4.5 gram oxalic acid is treated with concentrated H2SO4. The evolved gases mixture is passed through KOH pellets. Weight in gram of the remaining product at STP will be. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫോമിക് ആസിഡും ഓക്സാലിക് ആസിഡും എടുത്ത് ട്രീറ്റ് ചെയ്തു. ഏതുമായിട്ട് ട്രീറ്റ് ചെയ്തു? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഫോമിക് ആസിഡിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം, HCOOH. അതിൽ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാർബൺ മോണോക്സൈഡും വാട്ടറുമായിട്ട് മാറും. ഈ വാട്ടറിനെ കണ്ടു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് വെറുതെ വിടുവോ? ഒരിക്കലും. നല്ലൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. എവിടെ വെള്ളം കണ്ടാലും അവൻ പിടിച്ചോണ്ട് പോകും. അപ്പൊ ഈ വെള്ളം ആര് എടുത്തുകൊണ്ട് പോകും? സൾഫ്യൂരിക് ആസിഡ് എടുത്തു. അപ്പൊ നമുക്കത് കിട്ടത്തില്ല എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ആരെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ? നമുക്ക് കാർബൺ മോണോക്സൈഡ് മാത്രമേ കിട്ടത്തുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യനിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 2.3 gram ഫോമിക് ആസിഡ് ആണ് എടുത്തത്. അങ്ങനെയെങ്കിൽ നമുക്ക് മോൾസ് ഒന്ന് കണ്ടെത്താം. സോ മോൾസ് കണ്ടെത്തുന്നത് എങ്ങനെയാ?
നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ദാറ്റ് ഈസ് 2.3 ഡിവൈഡഡ് ബൈ ഫോമിക് ആസിഡിന്റെ ഇത് ഹൈഡ്രജൻ 1 കാർബൺ 12 ഓക്സിജൻ 2 ഉള്ളത് 32 വീണ്ടും ഹൈഡ്രജൻ 1 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 46. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/20 എന്ന് കിട്ടും. ഇത് ഇനിഷ്യലി. ഓക്കെ, ദിസ് ഈസ് ഇനിഷ്യൽ. ആ സമയത്ത് ഇവിടെ 0 ആയിരിക്കും. റിയാക്ഷൻ തീരുമ്പോഴോ ഇതെല്ലാം അപ്പുറത്തെത്തും. സോ 1/20 മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് അവിടെ ഉണ്ടാകും, വാട്ടറും 1/20 ഉണ്ടാകും. പക്ഷെ വാട്ടർ ആരെടുത്തോണ്ട് പോകും? സൾഫ്യൂരിക് ആസിഡ് എടുത്തുകൊണ്ട് പോകും. അപ്പൊ അയാളെ കാര്യത്തിൽ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി രണ്ടാമത്തെ കേസിലേക്ക് പോകാം. രണ്ടാമത്തെ കേസിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാ രണ്ടാമത് ഹീറ്റ് ചെയ്തത്? ഓക്സാലിക് ആസിഡിനെയാണ്. സോ ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല എല്ലാവർക്കും പഠിക്കും. COH സിംഗിൾ ബോണ്ട് COH ആണ് ഫോർമുല. സോ നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് എഴുതുമ്പോൾ H2C2O4 ഹീറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് that will also produce carbon monoxide, carbon dioxide and water. സോ ഈ കഥയിൽ ഒരാൾ കൂടി എക്സ്ട്രാ കയറിയിട്ടുണ്ട്. ആരാ അത്? കാർബൺ ഡയോക്സൈഡ്. പേടിക്കണ്ട, കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ അവിടെ വേറൊരു വില്ലനെ നിർത്തിയിട്ടുണ്ട്. ഏതായിരുന്നു അത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പെല്ലറ്റ്സ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് മൊത്തം എടുത്തോണ്ട് പോകും. തീർന്നില്ലേ? പ്രശ്നം തീർന്നില്ലേ? നേരത്തെ സൾഫ്യൂരിക് ആസിഡ് എടുത്തുകൊണ്ട് പോയതുപോലെ ഇവിടെ കാർബൺ മോണോക്സൈഡ് എടുത്തുകൊണ്ട് പോകും. ഇവിടെയും വാട്ടർ റിമൂവ് ചെയ്യും, കാരണം അവിടെയും സൾഫ്യൂരിക് ആസിഡ് പ്രസന്റ് ആണ്. സോ ദാറ്റ് ഇവിടെ ആര് മാത്രമേ റിമൈൻ ചെയ്യുള്ളൂ എന്ന് അർത്ഥം? കാർബൺ മോണോക്സൈഡ് മാത്രമേ റിമൈൻ ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അബ്സോർബ് ചെയ്ത് മാറ്റും അവിടെ നിന്ന്. എന്നാലും നമുക്ക് എത്ര കാർബൺ മോണോക്സൈഡ് ഉണ്ടായി എന്ന് കണ്ടെത്തണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗിവൺ മാസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഗിവൺ മാസ് എന്ന് പറയുന്നത് 4.5 ആണ്. സോ 4.5 ഡിവൈഡഡ് ബൈ, സ്വാഭാവികമായിട്ടും ഇതിന്റെ മോളിക്കുലർ മാസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഫോർമുല ഉണ്ടെങ്കിൽ ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 90. സോ അഗൈൻ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 1/20. ഇത് ഇനിഷ്യൽ ആണ്. ഫൈനൽ എത്തുമ്പോൾ ഇത് 1/20 ആയിട്ട് മാറും. സോ 1/20 മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഇസ് ഫൗണ്ട്. അപ്പൊ ഇവിടെ 1/20 മോൾ, ഇവിടെ 1/20 മോൾ. സോ വാട്ട് ഇസ് ദി ടോട്ടൽ? രണ്ടും കൂടി കൂട്ടിയെടുത്താൽ പോരെ. സോ ദി ടോട്ടൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് 1/20 പ്ലസ് 1/20. So what is the number of moles? 1/10. So is equal to 1/10 moles എന്ന് കിട്ടി. 1/10 moles ആരാ? 1/10 moles കാർബൺ മോണോക്സൈഡാ. വെയിറ്റ് കണ്ടെത്തണ്ടേ? ഒരു മോളിന്റെ വെയിറ്റ് അതിന്റെ മോളിക്കുലർ മാസ് അല്ലേ? കാർബൺ മോണോക്സൈഡ് എന്നത് 12ഉം 16 കൂട്ടിയെടുക്കുമ്പോ 28. സോ 28 ആണ് ആരുടെ വെയിറ്റ്? ഒരു മോളിന്റെ വെയിറ്റ്. ഇവിടെ ആക്ച്വലി 0.1 മോൾ അല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ 28നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. എന്ത് കിട്ടും ആൻസർ? 2.8. സോ 2.8 ഗ്രാം ആയിരിക്കും കാർബൺ മോണോക്സൈഡ് ഇവിടെ ഉണ്ടാക്കുക. ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉള്ളവർ കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഈ നമ്പർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഏത് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരാം. കാരണം എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വരില്ല. അഥവാ ഇത് മനസ്സിലായെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും അത് മനസ്സിലാകും. കാരണം നമ്മൾ ഇവിടെ 1/20 മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി, ഇവിടെയും 1/20 മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. സോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് രണ്ടും കൂടി കൂട്ടി 1/10 മോൾസ് എന്ന് കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര മോൾ ഉണ്ടായി എന്നല്ല, എത്ര വെയിറ്റ് ഉണ്ടായി എന്നാണ്, ഗ്രാം ആണ്. അപ്പൊ ഒരു മോളിന്റെ വെയിറ്റ് ആണ് 28 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഉണ്ടായത് 1/10 മോൾസ് ആണ്. സോ 28/10 നമ്മൾ ചെയ്തു. സോ ദ ആൻസർ ഇസ് 2.8 ഗ്രാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of moles of hydrogen molecules required to produce 20 moles of ammonia through Haber's process is. Okay, Haber process ആരുടെ ആരും കാണത്തില്ല. എത്ര പ്രാവശ്യമല്ലേ നമ്മൾ അത് എഴുതി പഠിച്ചിട്ടുള്ളത്. സോ Haber process ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ. ഇവിടെ ചോദ്യം എന്താണ്? Number of moles of hydrogen molecule required to produce 20 moles of ammonia. ഇവിടെ എത്ര മോളാ ഉണ്ടായത്? അമോണിയ 2 മോൾ. 2 മോൾ അമോണിയ ഉണ്ടാകാൻ എത്ര ഹൈഡ്രജൻ എടുത്തു? 3 ഹൈഡ്രജൻ എടുത്തു. ഇവിടെ ചോദ്യം 20 മോൾ ഉണ്ടാകാൻ അപ്പോൾ എത്ര ഹൈഡ്രജൻ വേണം? സിമ്പിൾ അല്ലേ? ഇത് 2 20 ആയെങ്കിൽ ഇവിടെ 3 എത്രയാകും? 30 ആകും. അപ്പോൾ എത്ര ഹൈഡ്രജൻ വേണം? 30 മോൾ ഹൈഡ്രജൻ വേണം. ദാറ്റ് ഈസ് ദി ആൻസർ. സിമ്പിൾ അല്ലേ? സോ ഇപ്പോ ഒരുവിധം എല്ലാവർക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിനി ബയോളജിയിലെ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ: സെലക്ട് കറക്റ്റ്ലി റിട്ടൺ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ വിച്ച് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ കോൾ ലിനേസ്.
ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ സയന്റിസ്റ്റ് നെയിം വേണമെങ്കിൽ ചുരുക്കി എഴുതാമെന്ന്. ചുരുക്കി എഴുതുമ്പോൾ ഫുൾ നെയിം എഴുതാറില്ല. ഇപ്പൊ ലിനേയസ് ആണെങ്കിൽ LINN എന്ന് എഴുതാറുള്ളൂ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ അവിടെ ഉണ്ട്, ഓപ്ഷൻ ബി or 2. So that is the answer. Next question. Match the items given in column 1 with those in column 2 and select the correct option given below. So columns ആണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ ആൾക്കാരോട് തന്നിട്ടുണ്ട്. ഹെർബേറിയം പ്രസ് ചെയ്ത് ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3 വരും. ദെൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡിസിമിലാരിറ്റീസ് സിമിലാരിറ്റീസ് ഒക്കെ പറഞ്ഞ് ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് അതിനകത്ത് തന്നിട്ടുണ്ടാവും. സോ അതിൽ മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഫോർത്ത്, അതായത് കോളം 2-ലെ ഫോർത്തുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും. മ്യൂസിയത്തിനകത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കും പ്ലാന്റ്സിനെയും അനിമൽസിനെയും. സോ ദാറ്റ് ഈസ് കമ്മിങ് കോളം 2-ലെ ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ കാറ്റലോഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലിസ്റ്റ് that enumerates meteorologically all the species found in an area with brief description aiding identification. ഞാൻ പറഞ്ഞു നമ്മൾ ഏതെങ്കിലുമൊക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് തരുന്ന ഒരു സാധനമാണ് കാറ്റലോഗ്സ് എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ നമുക്ക് അത് ഓപ്ഷൻ എടുക്കാം. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുന്നതാണ് ബയോളജിയിൽ സാധാരണഗതിയിൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് ദ ഓർഡർ ഓഫ് ഹോഴ്സ്? സാധാരണഗതിയിൽ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി ഹോഴ്സിന്റെ ഫുൾ സയന്റിഫിക് നെയിം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കാറുണ്ട്. സോ ആ ടേബിളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ടേബിളിനകത്ത് നിന്ന് എല്ലാ സയന്റിഫിക് നെയിം ഉൾപ്പെടെ ഫാമിലി, കിങ്ഡം, ഓർഡർ എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതാണ്. സോ അതിനകത്ത് ദ കിങ്ഡം എന്ന് പറയുന്നത് അനിമൽ ആയതുകൊണ്ട് തന്നെ അനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മെമേലിയ, ഓർഡർ പെരിസോഡാക്ടൈല, ഫാമിലി ഇക്വിഡേ, ജീനസ് ഇക്വസ്, ഫെറസ് ആൻഡ് ദ സബ് സ്പീഷീസ് ഈസ് കാബലസ്. സോ ഇതിൽ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഓർഡർ ഏത് എന്നതാണ്. സോ പെരിസോഡാക്ടൈലയാണ് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, സോ പുതിയ കാര്യങ്ങളാണ്, എഴുതിയെടുത്ത് പഠിക്കുക. ഹോഴ്സ് സാധാരണ എൻട്രൻസിന് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഹോഴ്സിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചേക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The label of a herbarium sheet does not carry information on. അതായത് ഹെർബേറിയം ഷീറ്റിൽ ഇല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ലോക്കൽ നെയിം ഷുവർ ആയിട്ട് കാണും. ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്, അതായത് ആ മരത്തിനോ അല്ല ചെടിക്കോ എത്ര പൊക്കം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പായിട്ടും കാണില്ല. അങ്ങനെ ഒരു സാധനമൊന്നും നമ്മൾ മെഷർ ചെയ്ത് അളന്നെടുക്കാനൊന്നും പറ്റില്ല. ഡേറ്റ് ഓഫ് കളക്ഷൻ എന്ന് കിട്ടി അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ആൻഡ് കളക്ട് ചെയ്തത് ആര്, നെയിം ഓഫ് കളക്ടറും നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഒരിക്കലും ഒരു ചെടിയുടെ പ്ലാന്റ് ഹൈറ്റ് ഒന്നും അടയാളപ്പെടുത്താറില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 വിച്ച് ഡു നോട്ട് ക്യാരി ഇൻഫോർമേഷൻ എന്നായിരുന്നു ചോദ്യം. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following shows the hierarchical arrangement of taxonomic categories of plant describing the order? സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഓർഡറിൽ ഹയറാർക്കി ഇതിനകത്ത് ഏതാ വരിക എന്നുള്ളതാണ്. കിങ്ഡം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ആ ഓർഡറിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി. സോ യു വിൽ ഗെറ്റ് D as the answer. Next question. Which one of the following is not a correct statement? Herbarium houses dried, pressed and preserved plant specimens. Correct ആണ്. Botanical gardens have collection of living plants for reference. Absolutely correct. A museum has collection of photographs of plants and animals. No, photographs ഒന്നുമല്ല. അവിടെ അതിനെ സ്റ്റഫ് ചെയ്തൊക്കെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ C is a wrong statement. അടുത്ത ക്വസ്റ്റ്യൻ. ICBN സ്റ്റാൻഡ്സ് ഫോർ, നമ്മളോടാ കളി. കുറെ ഫുൾ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചു തീർത്തതല്ലേ. സോ ICBN ഈസി ആയിട്ട് പറയാം, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഞാൻ ആദ്യമേ പറഞ്ഞു ICBN ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചർ വരും. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. സോ രണ്ടും കൂടെ ഒരിക്കലും ഒരുമിച്ച് തരത്തില്ല. വിവരമില്ലാത്തവരല്ലല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുമിച്ച് ഒരിക്കലും തരത്തില്ല, രണ്ടായിട്ടേ തരത്തുള്ളൂ. സോ ഇവിടെ ആൻസർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. ഓപ്ഷൻ B is the answer. Okay. Read the statements given below and identify the incorrect statement. Scientific names favor multiple naming for the same kind of an organism. Blunder അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാ സയന്റിഫിക് നെയിം നമ്മൾ കൊണ്ടുവന്നത് തന്നെ? സോ ദാറ്റ് എല്ലാ ജീവികൾക്കും വേൾഡിൽ മൊത്തത്തിൽ ഒരേ പേര് വരാൻ വേണ്ടി. എന്നിട്ടാണോ മൾട്ടിപ്പിൾ നെയിം? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് ദി ആൻസർ. കാരണം റോങ് സ്റ്റേറ്റ്മെന്റ് ഏത്, ഇൻകറക്റ്റ് ഏത് എന്നായിരുന്നു ചോദ്യം. സോ ഓപ്ഷൻ A is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിസ്റ്റമ നാച്ചുറേ വാസ് റിട്ടൺ ബൈ. ആകെ ഇന്ന് നമ്മൾ 2 ബുക്കേ പഠിച്ചുള്ളൂ. അതിലൊന്നായിരുന്നു സിസ്റ്റമ നാച്ചുറേ. എഴുതിയതായിരുന്നു ആരും മറക്കില്ല, ഉറപ്പാണ്. കോൾ ലിനേയസ് ഇസ് ദി ആൻസർ. സോ ഓപ്ഷൻ B.
അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഏകദേശം 5 വർഷത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ആയിരുന്നെങ്കിൽ നമുക്കൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാമായിരുന്നു, പക്ഷേ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് വരികയാണ്. അപ്പൊ ഈ 3 ചാപ്റ്റേഴ്സ് പഠിച്ച് പക്കയാക്കി വെച്ചിരിക്കുക. നമുക്ക് ടൈം ഉണ്ട്. എക്സാം വളരെ ഈസി, നമുക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനത്ത് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റ് നമുക്കൊരു വൈൻഡ് അപ്പിംഗ് ക്ലാസ് കൂടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ പക്കയായിരിക്കും. ഈ ക്ലാസ് ഫോളോ ചെയ്ത് എല്ലാവർക്കും നീറ്റ് കിട്ടാൻ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീറ്റ് കിട്ടും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം തെറ്റിക്കരുത്, വിശ്വാസമാണല്ല. ഓക്കെ, അപ്പോ അതുകൊണ്ട് ക്ലാസ് ഒന്നും മിസ്സാവാതെ എല്ലാ ഫ്രണ്ട്സിനും ഈ ക്ലാസ് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് തരിക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. +2 ഓൺലൈൻ ക്ലാസ്സസ്, റെഗുലർ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് അത് വേണമെന്നുണ്ടെങ്കിൽ ദയവേത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അപ്പോ നീറ്റ് അവസാനം വരെയും നിങ്ങളും കൂടെ കാണണം, ഞാൻ ഉറപ്പായിട്ടും കൂടെ കാണും.